ഞാനെന്ന അധ്യാപികയെക്കുറിച്ച് പറയാം. ഒരാൾക്കെങ്കിലും ഒരാൾക്ക് അമ്മ പറയുന്നത് പോലെ ഒരാൾക്കെങ്കിലും ഒരാൾക്ക് അറിവ് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ ആ തലമുറയായിട്ട് ആ ഒരു ആശാങ്കളരി ഉള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. എല്ലാവരും ചേച്ചിമാരും എല്ലാം അവിടെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഞാനും കുറച്ച് നാളൊക്കെ പോയിരിക്കും. പിന്നെ എനിക്ക് ഇച്ചിരി ദേഷ്യ സ്വഭാവം ഉള്ളതുകൊണ്ട് പിള്ളേരെ തല്ലും. അത് ആ ഒറ്റ ഇതുള്ളൂ. പിന്നീട് എനിക്ക് മനസ്സിലായി, ആ ഒരു പ്രായത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി എന്തിനാ വെറുതെ പാവം പിള്ളേർ. പക്ഷേ കുറച്ചുകൂടെ വലിയ പിള്ളേരെയൊക്കെ എനിക്ക് തല്ലാൻ പറഞ്ഞാൽ കേട്ടില്ലെങ്കിലൊക്കെ തല്ലാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പറഞ്ഞതുപോലെ കേൾക്കണം, കള്ളം പറയാൻ പാടില്ല. അതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് കള്ളം പറയരുത്. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും അബദ്ധം പഠിച്ചില്ല എന്നാൽ നിങ്ങൾ പറയാം, ടീച്ചർ പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ തല്ലില്ല. പക്ഷെ പഠിച്ചു എന്ന രീതിയിൽ നമ്മൾ മറന്നുപോയി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ചില കാര്യങ്ങൾ ഒരിക്കൽ നമുക്ക് ഈ ഡയറിയിൽ സൈൻ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ പഠിച്ചു എന്ന്. അപ്പം ഞങ്ങളുടെ ട്യൂഷൻ സെൻ്ററിൽ ഡയറി ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ എഴുതിക്കൊണ്ട് വരണം, രാവിലെ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ പഠിച്ചു, വൈകിട്ട് പഠിച്ചു. അപ്പോൾ രക്ഷിതാവിൻ്റെ ഒപ്പ് വേണം. അത് നോക്കിയിട്ട് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കും. നമ്മൾ ഓഫീസ് ഇൻചാർജുണ്ട്. അപ്പോൾ പ്രിൻസിപ്പലിന് പകരം ആണ് കുറച്ച് നാൾ അങ്ങനെയും കൂടെ പഠിപ്പിക്കുകയും ചെയ്യും, ഓഫീസ് നോക്കുകയും ചെയ്യും. അങ്ങനെ അപ്പോൾ നമ്മൾ നോക്കും, ഡയറിയൊക്കെ സെർച്ച് ചെയ്യും. അങ്ങനെ ഒരു പ്രാവശ്യം നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ഒപ്പ് പോലൊരു ഒപ്പ്. അപ്പം എനിക്ക് മനസ്സിലായത് എൻ്റെ ഒപ്പല്ല എന്ന് മനസ്സിലായി. പക്ഷെ ഭയങ്കരമായിട്ട് സാമ്യം തോന്നുന്നുണ്ട്. പക്ഷെ എനിക്കറിയാതെ എൻ്റെ ഒപ്പല്ല. ഞാനിത് ആളിനെ വിളിച്ചു, ഇത് ആരുടെ ഒപ്പം? ടീച്ചറിൻ്റെ. എൻ്റെ ഒപ്പോ? ഞാനിങ്ങനെയല്ലല്ലോ ഒപ്പിടുന്നത്. അപ്പം അതിന് മുമ്പ് ഈ എൻ്റെ കുറേ നമ്മൾ രക്ഷിതാവിൻ്റെ ഒപ്പ് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സിൻ്റെ ഒപ്പിൻ്റെ അവിടെ എൻ്റെ മുകളിൽ നേരെ കുറേ ഒപ്പ് എൻ്റെ കിടപ്പുണ്ട്. അപ്പോൾ അത് നോക്കി ഏകദേശം ഒന്ന് പകർത്തി നോക്കിയതാണ്. പക്ഷേ അത് മനസ്സിലാകും. പക്ഷെ സാമ്യം ഏകദേശമൊക്കെ ഒരുപോലെയൊക്കെ അക്ഷരങ്ങളൊക്കെ ഒരുപോലെ ആണെങ്കിലും എൻ്റെ ഒപ്പല്ലെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞത് എൻ്റെ ഒപ്പല്ല. തർക്കിച്ച് ഞാൻ പറഞ്ഞല്ല. അതിൻ്റെ തർക്കം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ലാസ്റ്റ് ഇതെൻ്റെ തന്നെയാണോ എന്ന് അതുപോലെ തർക്കിച്ച്. ഞാൻ പറഞ്ഞ എന്തെന്ന് പറഞ്ഞാലും ഇതെൻ്റെ ഒപ്പല്ല എന്ന് പറയും ലാസ്റ്റ്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം വീട്ടുകാർ ഒപ്പിട്ടില്ലെങ്കിൽ വീട്ടുകാരുടെ ഒപ്പിട്ടിട്ട് കാര്യമുണ്ട്. അത് പക്ഷേ എന്താണ്, ടീച്ചേഴ്സിനെ കാണിക്കാൻ. പക്ഷെ ടീച്ചറിൻ്റെ ഒപ്പിട്ടിട്ട് എന്താണ് കാര്യം? അപ്പം ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു, എടോ നിങ്ങളുടെ വീട്ടുകാർ ഒപ്പിട്ട് തന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒപ്പിടും, ഈ ടീച്ചറിനെ കാണിക്കണം എന്നുള്ള പേടിയുണ്ട്. പക്ഷേ ഈ ടീച്ചറിൻ്റെ ഇടേണ്ട കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു. അത് സമ്മതിച്ചു ലാസ്റ്റ്, ഞാൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷെ അതെന്തിനാണ്, അത് കുറേ കോളം ഒഴിഞ്ഞു കിടക്കുന്നു. അതായത് കുറേ നാളായിട്ട് ഡയറി കാണിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഒഴിഞ്ഞു കിടക്കുമ്പോൾ ഈ ടീച്ചറിൻ്റെ ഒപ്പം മാത്രം ഇല്ല, വീട്ടുകാരുടെ ഒപ്പം ഉണ്ട്, ഇപ്പുറത്ത് ടീച്ചറിൻ്റെ ഒപ്പം ഇല്ല. അപ്പം വീട്ടുകാർ ചോദിക്കും ഇതെന്താണ് സംഭവം എന്ന് ചോദിക്കുമല്ലോ. അതിന് ഇട്ട് വെച്ചതാണ് എൻ്റെ ഒപ്പ് എന്ന് പറയും. അപ്പോൾ എൻ്റെ ഒപ്പം ഇച്ചിരി എളുപ്പമായിരിക്കും എന്നുള്ള ചിന്തയിലായിരിക്കാം കൊച്ചങ്ങനെ ചെയ്തത്. പക്ഷേ എൻ്റെ ഒപ്പം എങ്ങനെ പോകുമെന്നുള്ള കാര്യം എനിക്കറിയില്ല, അറിയാവുന്നത് കൂടുതലായിട്ട്. അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പം നമ്മളത് മനസ്സിലാക്കി. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല സ്ട്രിക്റ്റാണ്. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര സ്ട്രിക്റ്റാണ്. വേറെ ഒന്നുമില്ല, അവരുടെ എന്ത് ആവശ്യങ്ങൾക്കും കുട്ടികളുടെ എന്ത് ആവശ്യത്തിനും നമ്മൾ ഓക്കെയാണ്. ഭാവിയിലെ കാര്യങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ പഠിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ശരിയല്ല. കാരണം സ്കൂളല്ല, ട്യൂഷൻ സെൻ്ററാണ്. ട്യൂഷൻ സെൻ്റർ ആകുമ്പോൾ നമ്മൾ പറയുന്ന ഫീസ് തന്നിട്ടാണ് പഠിക്കുന്നത്. ഓരോ രക്ഷിതാക്കൾ എന്തൊക്കെ രീതിയിലുള്ള കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണ് ആ ഒരു എമൗണ്ട് നമുക്ക് മാസം തോറും തരുന്നത്. അപ്പം കുട്ടികളെ സംബന്ധിച്ച് അത് അവർക്ക് കൂടുതൽ ബോധമുണ്ടാകുന്ന പ്രായമല്ല. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് നല്ല ബോധം ഉണ്ടാകും. നമുക്ക് അതിനുള്ള പ്രായമുണ്ട്. കാരണം നമുക്കും അവിടെ നിന്ന് ട്യൂഷൻ സെൻ്ററിൽ നിന്ന് എമൗണ്ട് കിട്ടുന്നുണ്ട്.
സാലറി കിട്ടുന്നെങ്കിൽ നമ്മളതുപോലെ വായിട്ടലച്ചിട്ടാന്ന് പറയാം. പക്ഷെ അതുപോലെ ബുദ്ധിമുട്ടാണ്. നിന്നുകൊണ്ട് പഠിപ്പിക്കണം. എത്ര കുട്ടികൾ, ചിലപ്പം 50 മുകളിലുള്ള കുട്ടികൾ വരെ കാണും. അപ്പോൾ അത്രയും കുട്ടികൾക്ക്, പുറകിലിരിക്കുന്ന കുട്ടികൾക്ക് വരെ കേൾക്കത്തക്ക രീതിയിൽ നമ്മൾ ഒച്ചയെടുക്കണം. അത്രയും ഒച്ചയെടുത്ത് 1.5 മണിക്കൂറൊക്കെ ചിലപ്പം ക്ലാസ് ഈ എന്താ പറയുക ശനി ഞായർ. അപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ. അപ്പോൾ അത്രയും സമയം നമ്മൾ സംസാരിക്കണം. കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നമുക്ക് സാലറി കിട്ടുന്നു. ഇതേപോലെ തന്നെ ഒരു ദിവസം മുഴുവൻ അധ്വാനിച്ചിട്ടാണ് ഓരോ രക്ഷിതാക്കളും പണം സമ്പാദിക്കുന്നത് അല്ലേ. അതിൽ നിന്നൊരു മിച്ചം എന്താണ്, തങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം വരുന്നത്. സ്കൂളിൽ പൈസ കൊടുക്കണ്ട, പക്ഷേ ട്യൂഷൻ സെൻ്ററിൽ അങ്ങനെയല്ല, പൈസ കൊടുക്കണം. അപ്പോൾ കുട്ടികൾക്ക് ആ ഒരു ബോധ്യമില്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കി കൊടുക്കുക. അവരെ എന്താണ് വേറൊരു മാർഗത്തിലേക്ക് തിരിയാതെ നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ എന്ന രീതിയിൽ നമ്മൾ സ്ട്രിക്റ്റ് പിടിക്കണം. നമ്മളെ പേടിച്ചെങ്കിലും അവർ പഠിക്കണം, ആ ഒരു ചിന്ത. കാരണം അവർക്ക് സ്വയം പലർക്കും പഠിക്കാൻ തോന്നുന്നില്ല. അത് അവരുടെ പ്രായത്തിൻ്റെതാണ്. കുറേ കുട്ടികളുണ്ട് ഒന്നും പറയേണ്ട അവർ പഠിച്ചിരിക്കും. അപ്പം ചിലർക്ക് പറഞ്ഞാലും തല്ലിയാലും ഒക്കെ അവർക്ക് പഠിത്തം വരില്ല. അപ്പോൾ അങ്ങനെയുള്ളത് അങ്ങനെ തന്നെ ചെയ്യണം. ഒരിക്കലും ഞാനിങ്ങനെ +1 +2 എൻ്റെ ക്ലാസ്, അപ്പം അവിടെ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓഫീസിലാണ്, ഓഫീസ് ടൈമാണ് ഞാൻ. അപ്പം ഞങ്ങളുടെ പ്രിൻസിപ്പളിൻ്റെ എന്താ പറയുക ഒരു സ്ഥാനം നോക്കുന്ന സാറ്, അവർ വൈകുന്നേരം താമസിച്ചൊക്കെയാണ് വരിക. അപ്പം അല്ലാതെ അവരില്ലാത്തപ്പോഴും ഏകദേശം എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കണം എന്നുള്ളതാണ് ഞാൻ അപ്പം നോക്കുന്ന. രക്ഷിതാക്കൾ വരുമ്പോൾ PTA വയ്ക്കും. അങ്ങനെയൊക്കെ നമ്മൾ വൈകുന്നേരങ്ങളിൽ PTA വയ്ക്കും, 3 4 കുട്ടികളെയൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ അവരെക്കുറിച്ച് അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് രക്ഷിതാക്കളോട് സംസാരിക്കുന്നത് ഞാനാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാവുന്നവരൊക്കെ ആയിരിക്കും, നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഒത്തിരി പേരെ മുന്നിൽ ചിലർക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 3 4 കുട്ടികളെ വീതം വെച്ചാകുമ്പോൾ രക്ഷിതാക്കൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയാം, ചോദിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ കുട്ടികളെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാനും പറ്റും. അപ്പോൾ ഏകദേശം എല്ലാവരെക്കുറിച്ച് എനിക്കറിയാം. അപ്പോൾ ഞാനിങ്ങനെ ചെന്നപ്പോഴത്തേക്കും ക്ലാസ്സിൽ എന്തോ സംസാരം ടീച്ചറുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പം കുട്ടികൾ പറയുന്നുണ്ട്, സൗമ്യ ടീച്ചറിനോട് പറയല്ലേ, ടീച്ചറിനോട് പറഞ്ഞാൽ ടീച്ചർ സാറിനോട് പറഞ്ഞു കൊടുക്കും, സാർ വഴക്ക് പറയേ എന്ന്. ഇത് കേട്ടോണ്ടാണ് ഞാൻ നടന്നങ്ങോട്ട് ചെല്ലുന്നത്. ഇതെന്താണ് എന്നിട്ട് ഞാനത് ഓക്കെ നമ്മൾ കേട്ടില്ല, കാരണം അവർ നമ്മൾ കേൾക്കണ്ട എന്ന് വിചാരിച്ചപ്പോൾ നമ്മളും കേട്ടില്ല. അപ്പം ടീച്ചറപ്പം വഴക്ക് പറയുന്നുണ്ട്. ക്ലാസ് അടുത്തടുത്താണ്, നമുക്ക് കേൾക്കാം ഓഫീസുമായിട്ട്. അപ്പം ടീച്ചർ പറയുന്നുണ്ട്, എന്താ ടീച്ചറിനോട് പറഞ്ഞാൽ അതുപോലൊരാൾ നിങ്ങളെ നിയന്ത്രിക്കാനില്ലെങ്കിൽ, ഈ ട്യൂഷൻ സെൻ്ററിൽ നിങ്ങളുടെ കാര്യങ്ങൾ അതുപോലെ നിയന്ത്രിക്കാനില്ലെങ്കിൽ നിങ്ങളൊക്കെ ഏത് രീതിയിലാവും, എന്തും ചെയ്യാം, എങ്ങനെയോ ആവാം എന്നൊരു മനസ്സ് നിങ്ങൾക്കൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെ ഒരാളുണ്ടാകുന്നത് എപ്പോഴും നിങ്ങൾക്കാണ് നല്ലത് എന്ന് പറഞ്ഞ് ടീച്ചർ ഇങ്ങനെ പറയണം. അപ്പോൾ ഞാൻ എന്താ ടീച്ചർ, അപ്പോൾ ടീച്ചർ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ അപ്പോഴെങ്കിലും തിരിച്ചു വന്നു. അപ്പോൾ ടീച്ചർ പിന്നെ ഇത് തന്നെ സംസാരിക്കുന്നത് വെച്ചാൽ നമ്മളൊരു സാറിനെ വെറുപ്പോടെ കാണുന്നു എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അയാളുടെ പ്രവൃത്തികൾ എന്തെങ്കിലും നീതിക്ക് നിരക്കാത്തതായിരിക്കണം, ഇല്ലെങ്കിൽ അയാളൊരു ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത ഉള്ള വ്യക്തിയായിരിക്കണം. ഈ ഒരു ചിന്താഗതിയാണ്. എന്നെ എല്ലാവരും മറക്കുന്നില്ല, കുറച്ച് പേർക്ക് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് അവർക്ക് നമ്മളോടൊരു ദേഷ്യമുണ്ട്. നമ്മൾ സ്ട്രിക്റ്റ് പിടിക്കും. ഇത്ര സമയത്ത് ക്ലാസ്സിൽ വന്ന് ക്ലാസ്സിൽ കയറി ഇരുന്നോണം, ക്ലാസ്സിൽ കയറി ക്ലാസ്സിൻ്റെ ടൈം ക്ലാസ്സിൽ കയറി ഇരിക്കുക. മറ്റു ക്ലാസ്സുകൾ നടക്കുമ്പോൾ ഇവിടെ ടീച്ചർ വരാൻ താമസിച്ചെങ്കിൽ അവിടെ കിടന്ന് ബഹളം വയ്ക്കുക, വഴക്കിടുക, ഇതൊന്നും ഞാൻ അനുവദിക്കുകയില്ല. കാരണം മറ്റുള്ളവർക്ക് ഇവർ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ക്ലാസ്സില്ലേ, വീട്ടിൽ പോയിക്കോണം അപ്പോഴേ, അല്ലാതെ അവിടെ ഇരിക്കാൻ പാടില്ല, അവിടെ ഇരുന്ന് വർത്താനം പറയാൻ പാടില്ല. 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും മിക്ക കുട്ടികൾക്കും ഞങ്ങൾ ഇച്ചിരി മുതിർന്ന കുട്ടികളായി, ഈ ഒരു ഫീല് വരും. അവർ സ്കൂളിൽ നിന്ന് മാറിയിട്ടില്ലെങ്കിൽ അവർക്ക് തോന്നുന്നത് 10 കഴിഞ്ഞില്ലേ, ഇപ്പം ഞങ്ങൾ വലിയ കുട്ടികളായി, ഞങ്ങളെ ഒന്ന് മറ്റുള്ള കുട്ടികൾ ബഹുമാനിക്കണം, ഈ ഒരു മൈൻഡിലേക്ക് പോകും. അപ്പം ആ ഒരു ചിന്താഗതി മാറുന്ന സമയം നമ്മളതിന് ഇത് ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ ടീച്ചറാണ്, അവരെ നിയന്ത്രിക്കാനുള്ള അവകാശമുണ്ട്. നാളെ അവിടെ വെച്ച് അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായാൽ നമ്മളോടെ വന്ന് ചോദിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു ഉത്തരവാദിത്വം കാണിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിലൊക്കെ പറയും, നിങ്ങളിപ്പോൾ കുറേ കുട്ടികളെ എന്നോട് ദേഷ്യം കാണും,
കുറേ കുട്ടികൾക്ക് എന്നെ ഇഷ്ടമായിരിക്കാം. പക്ഷേ ഈ ദേഷ്യപ്പെടുന്ന കുട്ടികളുണ്ടല്ലോ, ഇപ്പോൾ എന്നോട് ദേഷ്യം കാണിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടാത്ത അവരായിരിക്കും ഭാവിയിൽ ഒരുപക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാരണം ടീച്ചർ പറഞ്ഞ പലതും ശരിയായിരുന്നു എന്ന് താമസിച്ചേ നിങ്ങൾക്ക് ആ ഒരു തോന്നലുണ്ടാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പലർക്കും പല ആളുകൾക്കും അത് ശരിയായി തോന്നുന്നുണ്ടെന്ന് എനിക്ക് ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിലൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയായി എന്ന്. അതെന്തോ ആയിക്കോട്ടെ, ഞാൻ എന്ന അധ്യാപിക അങ്ങനെയാണ്. പഠിക്കുന്ന കാര്യത്തിലൊരു വിട്ടുവീഴ്ചയില്ല. എത്ര പ്രാവശ്യം വേണേലും പറയാം. ഇപ്പം അത് ഏത് സമയം ഇപ്പം നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിലപ്പം ദൂരേക്കുള്ള സാറന്മാരാണെങ്കിൽ ചിലപ്പം 5-10 മിനിറ്റ് താമസിക്കും. അപ്പം നമ്മളെന്താണ്, ഞാനവിടെ ഉണ്ട്, ഓഫീസിലുണ്ട്, ഞാൻ നേരെ ചെല്ലും. ഏത് വിഷയമാണേലും അതിനെക്കുറിച്ച് സംസാരിക്കും. അതിലൊരു മാറ്റമില്ല. ഇപ്പോൾ ഒരു സാറില്ലെങ്കിലും ഞാൻ ആ ക്ലാസ് എടുക്കും. നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ അവരെ ഒരു നിമിഷം പോലും അവരുടെ അത് വെറുതെ കളയാനായിട്ട് ഞാൻ അനുവദിക്കുകയില്ലായിരുന്നു. അവരെന്താണോ ആ വിഷയം പഠിക്കാൻ ആ വിഷയം അവിടെ പഠിപ്പിച്ചിരിക്കും. ആ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഞാൻ ചെയ്തില്ല. ഇപ്പം നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, മറ്റേതെങ്കിലും അധ്യാപകർ വരുന്നു ക്ലാസ് എടുക്കാനായിട്ട്. മാത്സൊക്കെ ആണല്ലോ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാർ ആ ക്ലാസ് എടുക്കുക. അല്ലാതെ ഒരു നിമിഷം അവരുടെ വെറുതെ കളയുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെയുള്ളൊരു അധ്യാപികയായിരുന്നു ഞാൻ നേരെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ കുട്ടികളുണ്ട്. ഇനി അവരെയൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണും. അപ്പം ഞാനിങ്ങനെ പറയും, ഞാനൊക്കെ പ്രായമായി കിളവിയൊക്കെ ആയി ചിലപ്പോൾ ഓഫീസിലൊക്കെ കയറി വരുമ്പോൾ നിങ്ങളൊക്കെ ആയിരിക്കും അവിടെ ഇരിക്കുന്നത്, എന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലേ, അങ്ങനെയൊക്കെയുള്ള ജീവനക്കാരുടെ മുന്നിൽ നമുക്ക് ചെല്ലാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമല്ലേ. നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ വലിയ നിലയിലൊക്കെ എത്തിച്ചേർന്നു എന്നറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം വേറെ ഒന്ന് തന്നെയാണ്. നമുക്കൊന്നും നേടാൻ പറ്റില്ലല്ലോ, അവരെത്തിയല്ലോ എന്ന ഒരു അവരുടെ പ്രയത്നം കൊണ്ട് ആണ് അവർ എത്തുന്നതെങ്കിലും ആ പ്രയത്നത്തിലൊരു ഭാഗമായി മാറാൻ ഏതെങ്കിലും വിധത്തിലൊക്കെ നമുക്കും പറ്റുക, അതൊരു ഭാഗ്യം. അങ്ങനെ ചിന്തിക്കുന്ന ഒരു അധ്യാപികയാണ് ഞാൻ. ഓക്കെ.